PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. ഞാൻ ദർശന. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് റിട്ടുകളെ കുറിച്ചാണ്. എന്താണ് റിട്ട്? റിട്ട് എവിടെയെല്ലാമാണ് ഉപയോഗിക്കുന്നത്? ആ ഓരോ റിട്ടുകളിന്റെയും അർത്ഥം എന്താണ് എന്നുള്ളതെല്ലാമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ PSC ടിപ്സ് ആൻഡ് ട്രിക്സ് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടു കഴിഞ്ഞ് ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ വീഡിയോനെ കുറിച്ചുള്ള കമന്റ്സും നിർദ്ദേശങ്ങളും എല്ലാം തന്നെ കമന്റ് സെക്ഷനിൽ അറിയിക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. റിട്ടുകൾ. ഓക്കെ, അപ്പോൾ എന്തിനാണ് ഈ റിട്ടുകൾ ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ മൗലിക അവകാശങ്ങൾ നടപ്പാക്കുന്നതിന് പ്രത്യേക ഉത്തരവുകൾ പുറപ്പെടുവിക്കാനും ഗവൺമെന്റിന് നിർദ്ദേശങ്ങൾ നൽകാനും സുപ്രീം കോടതിക്കും ഹൈക്കോടതികൾക്കും അധികാരമുണ്ട്. അതായത് ഏതെങ്കിലും ഒരു പൗരന് മൗലികാവകാശം നിഷേധിക്കപ്പെടുവാണ് എന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ നമ്മുടെ സുപ്രീം കോടതികൾക്കും ഹൈക്കോടതികൾക്കും അധികാരമുണ്ട്. അപ്പൊ മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് കോടതി പുറപ്പെടുവിക്കുന്ന ആ പ്രത്യേക ഉത്തരവിനെയാണ് നമ്മൾ റിട്ടുകൾ എന്ന് പറയുന്നത്. നമ്മളുടെ ഇന്ത്യൻ ഭരണ ഈ റിട്ട് എന്നുള്ളത് കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം സുപ്രീം കോടതിക്കും അതുപോലെ തന്നെ ഹൈക്കോടതികൾക്കും മാത്രമാണ്. അതില് ഈ സുപ്രീം കോടതി എന്ന് പറയുന്നത് മൗലികാവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് റിട്ട് പുറപ്പെടുവിക്കുന്നത്. എന്നാൽ ഹൈക്കോടതികളാണ് എന്ന് വെച്ചാൽ മൗലികാവകാശങ്ങളോടൊപ്പം നിയമാവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടാനും റിട്ട് പുറപ്പെടുവിക്കുന്നുണ്ട് എന്നുള്ളത് ഓർത്തു വെച്ചേക്കുക. അപ്പൊ സുപ്രീം കോടതി ആകെ റിട്ട് പുറപ്പെടുവിക്കുന്നത് മൗലിക അവകാശങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. എന്നാൽ ഹൈക്കോടതി എന്ന് പറയുന്നത് മൗലിക അവകാശങ്ങൾക്കും നിയമാവകാശങ്ങൾക്കും എന്ത് പുറപ്പെടുവിക്കുന്നുണ്ട്? റിട്ടുകൾ പുറപ്പെടുവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നതിനേക്കാൾ വിശാലമാണ് നമ്മുടെ ഹൈക്കോടതിന്റെ റിട്ട് പുറപ്പെടുവിക്കൽ എന്നുള്ളത്. ഓക്കെ, ഇനി നമ്മുടെ സുപ്രീം കോടതിക്ക് റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനെ പറ്റി പ്രതിപാദിക്കുന്നത് അല്ലെങ്കിൽ അതിന് അവകാശം കൊടുക്കുന്നത് ആർട്ടിക്കിൾ 32 വകയാണ്. ഓക്കെ, ആർട്ടിക്കിൾ 32 വഴിയാണ് സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നത്. എന്നാൽ ഹൈക്കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനെ പറ്റി പ്രതിപാദിച്ചിരിക്കുന്നത് ആർട്ടിക്കിൾ 226 ആർട്ടിക്കിൾ 226 ഹൈക്കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനെ പറ്റി പ്രതിപാദിച്ചിരിക്കുന്നത്. ഈ റിട്ടുകളെല്ലാം തന്നെ ഓരോ പേരുകളിലാണ് അറിയപ്പെടുന്നത്. ആ പേരുകളെല്ലാം തന്നെ ലാറ്റിൻ പദങ്ങളും ആണ് എന്നുള്ളതും കൂടെ ഓർത്തു വെച്ചേക്കുക. ഓക്കെ, റിട്ടുകളെ കുറിക്കുന്ന പദങ്ങൾ എല്ലാം ലാറ്റിൻ പദങ്ങളാണ്. അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് ഈ റിട്ടുകൾ എന്ന് നോക്കാം. ആകെ മൊത്തം 5 റിട്ടുകളാണ് ഉള്ളത്. 1 ഹേബിയസ് കോർപ്പസ്, പിന്നെ മണ്ടമസ്, 3 പ്രൊഹിബിഷൻ, 4 സെർഷ്യോററി, 5 ക്വോ വാറന്റോ. അപ്പൊ ഇതെല്ലാമാണ് നമ്മളുടെ റിട്ടുകൾ അറിയപ്പെടുന്ന വാക്കുകൾ. ഹേബിയസ് കോർപ്പസ്, മണ്ടമസ്, പ്രൊഹിബിഷൻ, സെർഷ്യോററി, അതുപോലെ തന്നെ ക്വോ വാറന്റോ. ഇതെല്ലാം തന്നെ ലാറ്റിൻ പദങ്ങളായതുകൊണ്ട് അവയ്ക്കെല്ലാം തന്നെ നമ്മളുടെ മലയാളത്തിൽ മീനിങ്ങും വേറെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നിനെയും നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ആദ്യത്തേത് ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത് നിയമവിരുദ്ധമായോ നീതിരഹിതമായോ തടവിൽ വെച്ചിട്ടുള്ള ആരെയും സ്വതന്ത്രനാക്കി കോടതി മുമ്പാകെ ഹാജരാക്കാൻ നിർദ്ദേശിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. അപ്പൊ ഹേബിയസ് കോർപ്പസ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? നിയമവിരുദ്ധമായിട്ടോ അല്ലെങ്കിൽ നീതി നിഷേധിക്കപ്പെട്ടിട്ടോ തടവിൽ വെച്ചിട്ടുള്ള ആരാണെങ്കിലും അവരെ സ്വതന്ത്രരാക്കി കോടതിക്ക് മുമ്പാകെ ഹാജരാക്കാൻ നിർദ്ദേശിക്കുന്ന റിറ്റിനെയാണ് നമ്മൾ ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്ന ഈ ലാറ്റിൻ വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് ശരീരം ഹാജരാക്കൂ. വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിറ്റാണ് ഹേബിയസ് കോർപ്പസ്. ഓക്കെ, വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിറ്റാണ് ഹേബിയസ് കോർപ്പസ് എന്നുള്ളത്. അത് എന്തുകൊണ്ടാണ് പറയുന്നത് എന്ന് വെച്ചാൽ പൗരന്മാരെ നിയമവിരുദ്ധമായി തടങ്കിൽ വെക്കുന്നതിനെതിരെ ഉള്ള ഉത്തരവാണ് ഈ ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അറസ്റ്റ് ചെയ്യപ്പെടുകയോ തടഞ്ഞു വയ്ക്കപ്പെടുകയോ ചെയ്ത വ്യക്തിയെ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ കോടതിക്ക് മുൻപാകെ ഹാജരാക്കാൻ സുപ്രീം കോടതിയോ ഹൈക്കോടതിക്കോ ഹേബിയസ് കോർപ്പസ് എന്ന റിട്ട് പുറപ്പെടുവിക്കാവുന്നതാണ്. ഇനിയിപ്പോ അങ്ങനെ അറസ്റ്റ് ചെയ്തതോ അല്ലെങ്കിൽ തടഞ്ഞു വെച്ചതോ ആയിട്ടുള്ള ആള് മതിയായ കാരണങ്ങൾ കൂടാതെ അല്ലെങ്കിൽ നിയമവിരുദ്ധമായിട്ടാണ് അയാളെ അറസ്റ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ തടഞ്ഞു വെക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കോടതിക്ക് ബോധ്യമായി എന്ന് വെച്ചാൽ ഉടൻ തന്നെ അയാളെ സ്വതന്ത്രനാക്കാൻ കോടതി ഉത്തരവും ഇടും.
ആൻഡ് ഈ ഹേബിയസ് കോർപ്പസ് എന്നുള്ളത് നമ്മളുടെ ഈ പോലീസുകാർ അല്ലെങ്കിൽ അധികാരികൾക്ക് എതിരെ മാത്രമല്ല, ഇത് നമുക്ക് ഓരോ വ്യക്തികൾക്കെതിരെയും ഉപയോഗിക്കാനായിട്ട് കഴിയും. വ്യക്തികൾ അല്ലെങ്കിൽ സംഘടനകൾക്ക് എതിരായിട്ടും ഈ ഹേബിയസ് കോർപ്പസ് എന്നുള്ള ഈ റിട്ട് നമുക്ക് പ്രയോഗിക്കാവുന്നതാണ്. ഇനി ആദ്യമായിട്ട് ഈ ഹേബിയസ് കോർപ്പസ് എന്നത് അംഗീകരിക്കപ്പെട്ടത് നമ്മളുടെ 1215 അതായത് 1215 ജോൺ രണ്ടാമൻ റണ്ണിമേഡിൽ വെച്ച് ഒപ്പുവെച്ചിട്ടുള്ള മാഗ്ന കാർട്ടയിലാണ്. ഓക്കെ, അപ്പൊ മാഗ്ന കാർട്ടയിൽ 1215 മാഗ്ന കാർട്ടയിലാണ് ആദ്യമായിട്ട് ഈ ഹേബിയസ് കോർപ്പസ് എന്നുള്ളൊരു നിയമം കണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്ന ലാറ്റിൻ വാക്കിന്റെ അർത്ഥം ശരീരം ഹാജരാക്കൂ എന്നുള്ളതാണ്. നിയമവിരുദ്ധമായോ നീതിരഹിതമായോ തടവിൽ വെച്ചിട്ടുള്ള ആരെയും സ്വതന്ത്രനാക്കി കോടതി മുമ്പാകെ ഹാജരാക്കാൻ നിർദ്ദേശിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ് എന്നുള്ളത്. ഇത് വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ സംരക്ഷകൻ എന്നും അറിയപ്പെടുന്നുണ്ട് എന്നുള്ളതെല്ലാം ഓർത്തു വെക്കുക. അപ്പൊ ഇത്രയും മാത്രമാണ് ഹേബിയസ് കോർപ്പസുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അടുത്തതാണ് മൻഡാമസ്. ഈ മൻഡാമസ് എന്ന ലാറ്റിൻ വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് നാം കൽപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇനി അത് എവിടെയാണ് യൂസ് ചെയ്യാന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ തന്റെ നിയമപരമായിട്ടുള്ള കർത്തവ്യം നിറവേറ്റാതിരിക്കുകയും അതുവഴി മറ്റേതെങ്കിലും വ്യക്തിയുടെ അവകാശങ്ങൾ ഹനിക്കുകയും ചെയ്യുമ്പോഴാണ് കോടതി മൻഡാമസ് എന്ന റിട്ട് പുറപ്പെടുവിക്കുന്നത്. അതായത് ഒരു വ്യക്തിയോ സ്ഥാപനത്തെയോ സ്വന്തം കർത്തവ്യം നിർവഹിക്കാനായിട്ട് അനുശാസിക്കുന്ന റിട്ടാണ് മൻഡാമസ്. അവരവരുടെ പണി ചെയ്യാനായിട്ട് പറയുന്ന റിട്ടാണ് മൻഡാമസ് എന്നുള്ളത്. നമ്മളിവിടെ ഒരു വ്യക്തികൾക്കെതിരെയോ എന്ന് പറയുമ്പോൾ അതൊരു സ്വകാര്യ വ്യക്തികൾക്കെതിരെ പറയാനായിട്ട് പറ്റില്ല. ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെതിരെ മാത്രമായിരിക്കണം നമുക്ക് ഈ മൻഡാമസ് എന്ന റിട്ട് പുറപ്പെടുവിക്കാനായിട്ട് കഴിയുണ്ടാവുക. അതുപോലെ സ്വകാര്യ വ്യക്തികൾക്കെതിരെ സാധിക്കില്ല. അതുപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷന് എതിരായിട്ടും പ്രവർത്തിക്കാനായിട്ട് ഒരു സ്ഥാപനത്തെ നിർബന്ധിക്കുന്നതിന് മൻഡാമസ് റിട്ട് പുറപ്പെടുവിക്കാൻ സാധിക്കില്ല. നമ്മൾ സ്വകാര്യ വ്യക്തികളും സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷനെതിരായിട്ടും പറ്റില്ല എന്ന് പറഞ്ഞു. അതുപോലെ രാഷ്ട്രപതി, ഗവർണർമാര്, പാർലമെന്റ് തുടങ്ങിയവർക്കെതിരായി മൻഡാമസ് റിട്ട് നമുക്ക് പുറപ്പെടുവിക്കാനായിട്ട് കഴിയില്ല. ഇനി മൻഡാമസ് അറിയപ്പെടുന്ന മറ്റൊരു അപരനാമമാണ് വേക്കനിങ് കോൾ എന്നറിയപ്പെടുന്നുണ്ട്. ഓക്കെ, മൻഡാമസ് എന്നുള്ളത് വേക്കനിങ് കോൾ എന്നറിയപ്പെടുന്ന റിട്ടും കൂടിയിട്ടാണ് എന്നുള്ളതും കൂടി ഒന്ന് ഓർത്തു വെച്ചേക്കുക. അപ്പൊ ഇത്രയാണ് നമുക്ക് മൻഡാമസിൽ പഠിക്കാനായിട്ടുള്ളത്. ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നാം കൽപ്പിക്കുന്നു. ഇത് ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ സ്ഥാപനത്തെയോ സ്വന്തം കർത്തവ്യം നിർവഹിക്കാനായിട്ട് അനുശാസിക്കുന്ന റിട്ടാണ്. അതുപോലെ സ്വകാര്യ വ്യക്തികൾക്കെതിരെയോ രാഷ്ട്രപതിക്കെതിരെയോ ഗവർണർമാര്, പാർലമെന്റ് തുടങ്ങിയവർക്കെതിരെയോ നമുക്ക് ഈ റിട്ട് പുറപ്പെടുവിക്കാനായിട്ട് കഴിയില്ല. അതുപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷന് എതിരായിട്ട് എന്തെങ്കിലും പ്രവർത്തിക്കാൻ ഒരു സ്ഥാപനത്തെ നിർബന്ധിക്കാൻ ഈ മൻഡാമസിനെ കൊണ്ട് കഴിയില്ല. അതുപോലെ തന്നെ മൻഡാമസ് അറിയപ്പെടുന്നത് വേക്കനിങ് കോൾ എന്നും കൂടിയിട്ടാണ് എന്നുള്ളതും കൂടി ഒന്ന് ഓർത്തു വെച്ചേക്കുക. അടുത്ത നമ്മളുടെ റിട്ടാണ് പ്രൊഹിബിഷൻ. ഇത് കീഴ്ക്കോടതികൾക്ക് എതിരായിട്ട് പുറപ്പെടുവിക്കുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ എന്നുള്ളത്. അതായത് ഒരു സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ അവയ്ക്ക് കീഴിലുള്ള കീഴ്ക്കോടതിന്റെ അതിനെതിരെയായിട്ട് പുറപ്പെടുവിക്കുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ എന്നുള്ളത്. അത് എപ്പോഴാണ് പ്രൊഹിബിഷൻ റിട്ട് പുറപ്പെടുവിക്കുക എന്ന് വെച്ചാൽ, ഒരു കീഴ്ക്കോടതി അധികാര അതിർത്തി ലംഘിക്കുകയോ സ്വാഭാവിക നീതി നിയമങ്ങൾക്ക് എതിരായിട്ട് പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രാഥമികമായിട്ട് തടയുന്ന റിട്ടാണ് ഈ പ്രൊഹിബിഷൻ എന്നുള്ളത്. ഓക്കെ, ഒരു കീഴ്ക്കോടതി അതിന്റെ അധികാര പരിധി ലംഘിക്കുകയോ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും കൊടുക്കേണ്ട നീതി നിയമങ്ങൾക്ക് എതിരായിട്ട് പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന റിട്ടാണ്, അതായത് ഒരു ഹൈക്കോടതിയോ ഇല്ലെങ്കിൽ സുപ്രീം കോടതിയോ കൊടുക്കുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ എന്നുള്ളത്. ഈ പ്രൊഹിബിഷൻ എന്നുള്ള ലാറ്റിൻ വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് വിലക്കുക എന്നതാണ്. ഓക്കെ, വിലക്കുക, ടു ഫോർബിഡ് എന്നാണ് പ്രൊഹിബിഷന്റെ അർത്ഥം. ഓക്കെ, വിലക്കുക എന്ന അർത്ഥം വരുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ. അത് ആരെയാണ് വിലക്കുന്നത്? ഒരു കീഴ്ക്കോടതിനെ ആയിരിക്കും ഈ പ്രൊഹിബിഷൻ കൊണ്ട് അല്ലെങ്കിൽ വിലക്കുക എന്ന് പറയുന്നത് ഒരു കീഴ്ക്കോടതിനെ ഒരു മേൽക്കോടതിയായിരിക്കും വിലക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഉന്നത നീതിപീഠത്തിന്റെ പരിഗണനയിലിരിക്കുന്ന കേസുകൾ ആ സമയം ഏതെങ്കിലും കീഴ്ക്കോടതികൾ പരിഗണിച്ചാൽ ആ കേസ് നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് മേൽക്കോടതിക്ക് ഉത്തരവ് നൽകാൻ കഴിയും. അതിനായി പ്രൊഹിബിഷൻ റിട്ടുകളാണ് ഉപയോഗിക്കുന്നത്. അതായത് ഓൾറെഡി ഏതെങ്കിലും ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കേസിന്, നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കേസിനെ അതേ സമയം തന്നെ അതിലുള്ള ഏതെങ്കിലും ഒരു കീഴ്ക്കോടതി, അതായത് ഇപ്പോൾ സുപ്രീം കോടതിയിലാണ് ഇപ്പോൾ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുന്നത്, അത് ഒരു ഹൈക്കോടതി ആ കേസ് തന്നെ വീണ്ടും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സുപ്രീം കോടതിക്ക് ഹൈക്കോടതിയോട് ആ കേസ് നോക്കുന്നത് നിർത്തിവെക്കാനായിട്ട്
പറയാൻ കഴിയുന്ന റിട്ടാണ് ഈ പ്രൊഹിബിഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ഹൈക്കോടതി നടത്തിക്കൊണ്ടു പോകുന്ന ഒരു കേസ് അതിലെ കീഴ്ക്കോടതികൾ ഏതെങ്കിലും പരിഗണിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ കീഴ്ക്കോടതികളോട് ഈ ഹൈക്കോടതിക്ക് എന്ത് പറയാനായിട്ട് സാധിക്കും? ആ കേസ് പരിഗണിക്കുന്നത് തടയണം എന്ന് പറയാനായിട്ട് ഉപയോഗിക്കുന്ന റിട്ടാണ് ഈ പ്രൊഹിബിഷൻ എന്നുള്ളത്. നിയമവിരുദ്ധവും നീതിരഹിതവുമായ വിചാരണ തടയാൻ പുറപ്പെടുവിക്കുന്ന റിട്ട് കൂടിയിട്ടാണ് ഈ പ്രൊഹിബിഷൻ എന്നുള്ളത്. നിയമവിരുദ്ധവും നീതിരഹിതവുമായ വിചാരണ തടയാൻ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഈ പ്രൊഹിബിഷൻ എന്നുള്ളത്. ഓക്കെ, പക്ഷെ ഇത് പുറപ്പെടുവിക്കാൻ കഴിയുന്നത് മേൽക്കോടതികൾക്ക് മാത്രമാണ്. ഇനി കീഴ്ക്കോടതികൾക്കെതിരെയോ അല്ലെങ്കിൽ കോടതിയുമായി ബന്ധപ്പെട്ട അധികാരികൾക്കെതിരെയോ ആയിരിക്കും സാധാരണയായി ഈ റിട്ട് പുറപ്പെടുവിക്കുന്നത്. അപ്പൊ കോടതികൾക്ക് മാത്രമല്ല, അതുപോലെ തന്നെ കോടതിയുമായി ബന്ധപ്പെട്ട അധികാരികൾക്കെതിരെയും പ്രൊഹിബിഷൻ എന്ന റിട്ട് പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കും. അതുപോലെ ജുഡീഷ്യൽ അല്ലെങ്കിൽ ക്വാസി ജുഡീഷ്യൽ സ്ഥാപനങ്ങൾക്ക് എതിരെ മാത്രമാണ് ഈ റിട്ട് പുറപ്പെടുവിക്കാനായിട്ട് കഴിയുക. അതായത് ഈ നിയമങ്ങൾ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് എതിരെ മാത്രമാണ് ഈ പ്രൊഹിബിഷൻ എന്നുള്ള റിട്ട് പ്രയോഗിക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് പ്രൊഹിബിഷൻ എന്നുള്ള റിട്ടുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഒരു കീഴ്ക്കോടതിക്ക് എതിരെ ഒരു മേൽക്കോടതി, അല്ലെങ്കിൽ കീഴ്ക്കോടതിക്ക് എതിരെ അല്ലെങ്കിൽ കോടതിയുമായി ബന്ധപ്പെട്ട അധികാരികൾക്കെതിരെ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ. അത് എപ്പോഴാണ് പുറപ്പെടുവിക്കുക എന്ന് ചോദിച്ചാൽ ഒരു കീഴ്ക്കോടതി അധികാര അതിർത്തി ലംഘിക്കുകയോ സ്വാഭാവിക നീതി നിയമങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിനെതിരെ കൊടുക്കാവുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ എന്നുള്ളത്. അതൊരു ഉന്നത നീതിപീഠത്തിന് മാത്രമാണ് ഈ പ്രൊഹിബിഷൻ എന്നുള്ള റിട്ട് പുറപ്പെടുവിക്കാനായിട്ട് കഴിയുള്ളൂ എന്നുള്ളതും കൂടി ഒന്ന് ഓർത്തു വെച്ചേക്കുക. അടുത്ത നമ്മളുടെ റിട്ടാണ് സെർഷ്യോററി. ഓക്കെ, നമ്മുടെ നാലാമത്തെ റിട്ടാണ് സെർഷ്യോററി എന്നുള്ളത്. ഒരു കാര്യത്തെ പറ്റി അറിവ് കൊടുക്കുക എന്നതാണ് ഈ സെർഷ്യോററി എന്ന ലാറ്റിൻ പദത്തിന്റെ അർത്ഥം വരുന്നത്. ഒരു കാര്യത്തെ പറ്റി അറിവ് കൊടുക്കുക, ഓക്കെ, അല്ലെങ്കിൽ സാക്ഷ്യപ്പെടുത്തുക, പൂർണ്ണ വിവരം നൽകുക എന്നതെല്ലാം തന്നെ ഈ സെർഷ്യോററി എന്ന ലാറ്റിൻ പദത്തിന്റെ അർത്ഥമാണ്. അപ്പൊ സാക്ഷ്യപ്പെടുത്തുക എന്നുള്ളതാണ് കൂടുതലായിട്ടും PSC ചോദിച്ചു കണ്ടിരിക്കുന്നത്. സാക്ഷ്യപ്പെടുത്തുക എന്ന അർത്ഥം വരുന്ന റിട്ട് ഏതാണ് എന്നുള്ളതെല്ലാം ക്വസ്റ്റ്യൻസ് വന്നിട്ടുമുണ്ട്. ടു സർട്ടിഫൈ അല്ലെങ്കിൽ ടു ഇൻഫോം എന്നുള്ളതാണ് സാക്ഷ്യപ്പെടുത്തുക അല്ലെങ്കിൽ പൂർണ്ണ വിവരം നൽകുക എന്നുള്ളതിന്റെ ഇംഗ്ലീഷിന്. ഇപ്പൊ ഇംഗ്ലീഷിന്റെ ഒരു വേർഡ് വെച്ചിട്ട് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെയാണ്. ടു സർട്ടിഫൈ അല്ലെങ്കിൽ ടു ഇൻഫോം എന്നുള്ളതാണ് ഈ സെർഷ്യോററി എന്നുള്ളതിന്റെ മീനിങ് ആയിട്ട് വരുന്നത്. ഇത് എന്തിനാണ് ഉപയോഗിക്കുക എന്ന് വെച്ചാൽ ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് മാറ്റുവാനായിട്ട് ഉത്തരവിടുന്ന റിട്ടാണ് ഈ സെർഷ്യോററി എന്ന് പറയുന്നത്. കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് മാറ്റാനായിട്ട് പറയുന്ന റിട്ടാണ് സെർഷ്യോററി. മേൽക്കോടതിയുടെ വിലയിരുത്തലിനായി കീഴ്ക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന കേസിന്റെ നടപടി രേഖകൾ വിളിച്ചു വരുത്തുന്നതിനാണ് സെർഷ്യോററി റിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ സെർഷ്യോററി എന്ന് പറയുമ്പോൾ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള മീനിങ് എന്ന് പറയുന്നത് ഒരു കാര്യത്തെ പറ്റി അറിവ് കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ ആ ലാറ്റിൻ വാക്കിന്റെ അർത്ഥം സാക്ഷ്യപ്പെടുത്തുക, ടു സർട്ടിഫൈ അല്ലെങ്കിൽ പൂർണ്ണ വിവരം നൽകുക, ടു ഇൻഫോം എന്നുള്ളതും കൂടിയിട്ടാണ് എന്നുള്ളത് ഓർത്തു വെക്കണം. അതുപോലെ ഇത് എവിടെയാണ് എന്തിനാണ് ഉപയോഗിക്കുക എന്ന് ചോദിച്ചാൽ കീഴ്ക്കോടതിയിലുള്ള ഒരു കേസ് മേൽക്കോടതിയിലേക്ക് മാറ്റാനായിട്ട്, അല്ലെങ്കിൽ പറയാം മേൽക്കോടതിയുടെ വിലയിരുത്തലിനായി കീഴ്ക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസിന്റെ നടപടി രേഖകൾ വിളിച്ചു വരുത്തുന്നതിനാണ് സെർഷ്യോററി റിട്ട് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്രയും മാത്രമാണ് നമുക്ക് സെർഷ്യോററി എന്ന റിട്ടുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് അടുത്ത റിട്ട് നോക്കാം. അതാണ് ക്വോ വാറണ്ടോ. ക്വോ വാറണ്ടോ എന്നുള്ള ലാറ്റിൻ വാക്കിന്റെ അർത്ഥം വന്നിട്ട് എന്ത് അധികാരം എന്നുള്ളതാണ്. ക്വോ വാറണ്ടോ എന്ത് അധികാരം അല്ലെങ്കിൽ എന്ത് അധികാരം കൊണ്ട് എന്നുള്ളതാണ് ആ ലാറ്റിൻ പദത്തിന്റെ അർത്ഥം വരുന്നത്. ഒരാളെ അയാൾക്ക് അർഹതയില്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിൽ നിന്ന് തടഞ്ഞുകൊണ്ട് ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് ക്വോ വാറണ്ടോ. ഓക്കെ, ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗമാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് തടയുന്നതിനുള്ള റിട്ടാണ് ഈ ക്വോ വാറണ്ടോ എന്നുള്ളത്. പൊതു താൽപര്യ സംരക്ഷണാർത്ഥം ഏതൊരു ഇന്ത്യൻ പൗരനും റിട്ടിലൂടെ ഹർജികൾ സമർപ്പിക്കാവുന്നതാണ്. ഓക്കെ, അത് ശരിയാണെന്ന് കോടതിക്ക് ബോധ്യമായാൽ പ്രസ്തുത വ്യക്തിയെ നീക്കം ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിക്കാൻ ഉയർന്ന കോടതികൾക്ക് അധികാരം ഉണ്ട്.
ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ട് സുപ്രീം കോടതി പുറപ്പെടുവിച്ചിട്ടുള്ള റിട്ടാണ് ക്വോ വാറന്റോ എന്നുള്ളത്. അത് എന്താണ് ആ റിട്ട് പെറ്റീഷൻ എന്ന് ചോദിച്ചാൽ TP സുന്ദരരാജൻ എന്ന് പറഞ്ഞ ഒരു പ്രാക്ടീസിങ് അഡ്വക്കേറ്റ് ഉണ്ടായിരുന്നു. അയാളോട് ക്ഷേത്രത്തിലെ ഒരു അധികാരി വന്നിട്ട് അയാളുടെ ആ പ്ലേസ് ഒഴിഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇതിനെതിരെ, അതായത് അവിടെ ഒഴിഞ്ഞു കൊടുക്കണം എന്ന് അതായത് ആളുടെ പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് ആ ക്ഷേത്ര പരിസരത്തായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഒഴിയണം എന്നുള്ളത് ഒരു ക്ഷേത്രത്തിലെ ഒരു എക്സിക്യൂട്ടീവ് ഓഫീസർ വന്ന് പറഞ്ഞപ്പോൾ അതിനെതിരെ അദ്ദേഹം ഫയൽ ചെയ്ത റിട്ടാണ് ഈ ക്വോ വാറന്റോ റിട്ട്. അപ്പോൾ ഈ ക്വോ വാറന്റോ എന്നുള്ളത് ഒരു പൊതുസ്ഥാപനങ്ങൾക്കാണ് ബാധകമായിട്ടുണ്ടാവുന്നത്. അത് സ്വകാര്യ വ്യക്തികൾക്ക് എതിരെ പുറപ്പെടുവിക്കാറില്ല എന്നുള്ളതും കൂടി ഒന്ന് ഓർക്കണം. അതുപോലെ തന്നെ ക്വോ വാറന്റോ വഴി അനർഹമായി ഉദ്യോഗത്തിൽ കയറിപ്പറ്റുകയും നിയമാനുസൃതമല്ലാതെ അധികാരം കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥനെ തൽസ്ഥാനത്തു നിന്ന് നീക്കം ചെയ്യാനും കോടതിക്ക് ക്വോ വാറന്റോ വഴി കഴിയും. അതുപോലെ സുപ്രീം കോടതിയോ ഹൈക്കോടതി എന്നീ ഉന്നത നീതിപീഠങ്ങൾക്കാണ് ഈ ക്വോ വാറന്റോ റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരം ഉള്ളത് എന്നുള്ളതും കൂടി ഒന്ന് നോക്കണം. ഓക്കെ, അപ്പൊ ക്വോ വാറന്റോ എന്ന് പറയുന്നത് ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം നിർവഹിക്കുന്നതിനെ തടയുന്നതിനുള്ള റിട്ടാണ്. ഇത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ട് സുപ്രീം കോടതി പുറപ്പെടുവിച്ചിട്ടുള്ള റിറ്റും ക്വോ വാറന്റോ തന്നെയാണ് എന്നുള്ളതും, അതുപോലെ തന്നെ ചെറിയ കോടതികൾക്ക്, അതായത് സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമാണ് എന്ത് പുറപ്പെടുവിക്കാനായിട്ട് കഴിയുക, ക്വോ വാറന്റോ പുറപ്പെടുവിക്കാനായിട്ട് കഴിയുക എന്നുള്ളതും കൂടെ നോക്കണം. അതുപോലെ തന്നെ സെർഷ്യോററി എന്ന് പറയുന്നത് മേൽക്കോടതികൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതായത് കീഴ്ക്കോടതിയിലെ കേസ് മേൽക്കോടതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറയുന്നതല്ലേ. അപ്പം അത് കീഴ്ക്കോടതികൾക്ക് അത് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം ഇതും സുപ്രീം കോടതി അല്ലെങ്കിൽ ഹൈക്കോടതികൾക്കായിട്ട് പുറപ്പെടുവിക്കാൻ കഴിയുന്ന റിട്ടാണ് സെർഷ്യോററിയും. അതുപോലെ തന്നെ പ്രൊഹിബിഷൻ എന്നുള്ളത് കീഴ്ക്കോടതികൾക്ക് എതിരെ നടക്കുന്നതാണ്. അപ്പം അതും ആർക്ക് ചെയ്യാൻ പറ്റില്ല, ചെറിയ കോടതികൾക്ക് ചെയ്യാൻ പറ്റില്ല. ഉന്നത നീതിപീഠങ്ങൾക്ക് മാത്രമാണ് പ്രൊഹിബിഷനും പുറപ്പെടുവിക്കാനായിട്ട് കഴിയുക. മെൻഡമസ് എന്ന് പറയുന്നത് ഒരു വ്യക്തി അല്ലെങ്കിൽ സ്ഥാപനത്തെ, അതായത് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് സ്ഥാപനം സ്വന്തം കർത്തവ്യം നിർവഹിക്കാൻ അനുശാസിക്കുന്ന റിട്ടായതുകൊണ്ട് തന്നെ ഇത് എല്ലാ കോടതികൾക്കും, അതായത് ചെറിയ കോടതികൾക്ക്, കീഴ്ക്കോടതികൾക്കും മേൽക്കോടതികൾക്ക്, എല്ലാ കോടതികൾക്കും മെൻഡമസ് എന്നുള്ള റിട്ട് പുറപ്പെടുവിക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ ഹേബിയസ് കോർപ്പസ് എന്നുള്ളതും കീഴ്ക്കോടതികൾക്കും മേൽക്കോടതികൾക്കും രണ്ടുപേർക്കും പുറപ്പെടുവിക്കാൻ കഴിയുന്ന റിട്ടുകളാണ്. അപ്പൊ ഇത്രയും മാത്രമാണ് നമുക്ക് റിട്ടുകൾ എന്ന ഭാഗത്ത് നിന്നും പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് മൊത്തം 5 റിട്ടുകളാണുള്ളത്. ഒന്നാമത്തെ എന്ന് പറയുന്നത് ഹേബിയസ് കോർപ്പസ്. അതിന്റെ മീനിങ് എന്ന് പറയുന്നത് ശരീരം ഹാജരാക്കുക എന്നുള്ളതാണ്. അതുപോലെ മെൻഡാമസ് എന്നാൽ നാം കൽപ്പിക്കുന്നു എന്നാണ് അർത്ഥം. അതുപോലെ പ്രൊഹിബിഷൻ എന്നുള്ളത് തടയുക അല്ലെങ്കിൽ വിലക്കുക എന്നുള്ളതാണ് അതിന്റെ പ്രൊഹിബിഷൻ എന്നുള്ളതിന്റെ അർത്ഥമായിട്ട് വരുന്നത്. ഇനി സെർഷ്യോററി എന്ന് പറയുമ്പോൾ സാക്ഷ്യപ്പെടുത്തുക അല്ലെങ്കിൽ വിവരം നൽകുക, അതുപോലെ തന്നെ ഒരു കാര്യത്തെ പറ്റി അറിവ് കൊടുക്കുക എന്നുള്ളതെല്ലാം സെർഷ്യോററിന്റെ അർത്ഥത്തിൽ വരുന്നതാണ്. ഇനി ക്വോ വാറന്റോ എന്നുള്ളത് എന്ത് അധികാരം അല്ലെങ്കിൽ എന്ത് അധികാരം കൊണ്ട് എന്നാണ് ക്വോ വാറന്റോ എന്ന റിട്ടിന്റെ അർത്ഥമായിട്ട് വരുന്നത്. അപ്പൊ ഇതിന്റെ എല്ലാവരുടെയും അർത്ഥവും അതുപോലെ തന്നെ ഇത് എവിടെയാണ് യൂസ് ചെയ്യുന്നത്, ഏത് കോടതികളാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതെല്ലാം തന്നെ ഒന്ന് കൃത്യമായി നോക്കി വെച്ചു എന്ന് വെച്ചാൽ PSC ചോദിക്കുന്ന റിട്ടുകളെ കുറിച്ച് എന്ത് തന്നെ ചോദിച്ചാലും ഇത്രയും മാത്രമാണ് അതിൽ ഉൾക്കൊള്ളിക്കാനായിട്ട് കഴിയുള്ളൂ. അപ്പൊ ഇത്രയും മാത്രമാണ് റിട്ടുകൾ എന്നുള്ള ഭാഗത്ത് നിന്ന് നമുക്ക് പഠിക്കാനുള്ളതും. ഓക്കെ, ഇത് ചെറിയൊരു ടോപ്പിക്കാണ്, പക്ഷെ PSC ഇതിൽ നിന്നും ചോദിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ച് വന്നിട്ടുമുള്ള ഒരു ടോപ്പിക്കും തന്നെയാണ്. അതുകൊണ്ട് അത് ക്ലിയർ ആയിട്ട് പഠിച്ചു പോകുക. ഇതിന്റെ അർത്ഥങ്ങളും എവിടെയെല്ലാമാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതും എല്ലാം തന്നെ കൃത്യമായിട്ട് പഠിച്ചു പോവുക. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയും മാത്രമേ ഉള്ളൂ. താങ്ക്